ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ മാളു. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. 7:30 ആയപ്പോഴത്തേക്ക് നല്ല ചൂടും വെയിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിന് ഫ്രണ്ടിൽ വളർന്നു വന്ന ഒരു പയർ ചെടിയാണ്. ഇത് തന്നെത്താനെ കിളിച്ച് വന്നതാണ്. അപ്പം ഞാൻ ഇതിന് ചെറിയൊരു കയറൊക്കെ കെട്ടിക്കൊടുത്തത് നന്നായിട്ട് പടർന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കയറി വന്ന് നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നോക്കി ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീടിനകത്ത് മണി പ്ലാന്റ് ഒക്കെ വളർത്താനും ഇങ്ങനെ ബോട്ടിലിനകത്തൊക്കെ ഇട്ട് വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ രാവിലെ സിദ്ധു എണീക്കുന്നതിന് മുമ്പ് ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സിദ്ധു എണീറ്റാലും പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവനെയും കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ പിന്നെ ചപ്പാത്തിയൊക്കെ ഓരോന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുത്തതായതുകൊണ്ട് ഇതിന് ഒക്കെ ഒരു പ്രത്യേകതരം ഷേപ്പാണ്. കറക്റ്റ് അങ്ങനെ റൗണ്ട് ഷേപ്പിൽ എനിക്ക് ഇതുവരെ ചപ്പാത്തി കിട്ടിയിട്ടില്ല. ഇങ്ങനെ പല പല ഷേപ്പിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇന്ന് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കറി കിഴങ്ങറിയാണ്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ധു എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ സിദ്ധു സൈക്കിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റോഡിലോട്ട് നോക്കി നിൽക്കുകയാണ്. ഇന്ന് നല്ല താമസിച്ചാണ് കുഞ്ഞെണീറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. നമ്മൾ സിറ്റൗട്ട് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. നമ്മൾ ഡെയിലി ഇവിടെ ഇരിക്കുന്ന ചെടിക്കൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ് സിദ്ധു. ഇവിടെ നിൽക്കുന്ന ചെടിയെല്ലാം വലിച്ച് ഇളക്കി കളയുന്നതാണ് അവൻ്റെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പയറെല്ലാം പിച്ചണം. കുറച്ചുകൂടി പയർ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഉറുമ്പ് കയറിയിട്ട് അത് ചീത്തയാക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പയറൊക്കെ പിച്ചിട്ട് തോരൻ വെക്കണം. അപ്പം സിദ്ധു എൻ്റെ കൂടെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പയർ പിച്ചി കഴിഞ്ഞാൽ അടി കിട്ടും, അതിനാണ് എന്നെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ മീൻകുളമാണ്. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്തെല്ലാം വെള്ളം നിറയ്ക്കണം. കാശുമോ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങട്ടേന്ന് കരുതി, തന്നെ എണീറ്റ് വരട്ടേന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് ഞാൻ സിദ്ധുവിന് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ഇന്ന് ചപ്പാത്തി ആയതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവൻ എണീറ്റ് പോയി. പിന്നെ അതിന് ശേഷം കുറച്ച് ബുക്കും പേപ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അടങ്ങിയിരുന്നോളും. അങ്ങനെ ഞാനൊരു ബുക്കൊക്കെ കൊടുത്തിട്ട് വീടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി രാവിലെയും വൈകുന്നേരവും തൂത്ത് തുടയ്ക്കാറുണ്ട്. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവർ ഇങ്ങനെ എടുത്തിട്ടിരിക്കും. ഒന്നുകിൽ ചിലപ്പോൾ പേപ്പറൊക്കെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ കഴിച്ച ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. ഇത് ഇന്നലെ രാത്രിയിൽ പടം വരയായിരുന്നു കാശിമോന്. അപ്പോൾ കാശിമോൻ കുറേ സ്കെച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കർട്ടനൊക്കെ ഒന്ന് നേരെ പിടിച്ചിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ പാത്ത് വെച്ച് ചെയ്ത്, കാരണം ഇനി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നിരത്തിയിടും. അപ്പോൾ എനിക്ക് ജോലിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒതുക്കി മാറ്റിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ പെരക്കകമൊക്കെ ഒന്ന് തൂത്തിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സിദ്ധു അവിടെ ഇരുന്നോളും. വരച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധു. പേപ്പറിൽ ഇങ്ങനെ ഓരോന്ന് കുത്തി വരച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാൻ രാവിലെ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധു എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ തുണി കഴുകൽ ഞാൻ ചെയ്യും. കാരണം നമ്മൾ തുണി കഴുകിയിടുന്നത് കുറച്ചിരി അങ്ങോട്ട് മാറിയാണ്. അപ്പോൾ സിദ്ധു അവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിക്കളിയായിരിക്കും. അതുകൊണ്ട് ഞാൻ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പം ഞാൻ വിരിച്ചിടുമ്പോൾ എൻ്റെ കൂടെ സിദ്ധു വരും. അപ്പോൾ അവിടെ ഇരുന്ന് താഴെ ഇരുന്ന് എന്തോ മണ്ണ് വാരി കളിക്കുവാണ്. അപ്പം ഞാൻ അതിന് പിടിച്ച് എഴുന്നേൽപ്പിച്ചതാണ്. അപ്പം കൂടെ ഇങ്ങനെ ചാടി വരും. പിന്നെ അവൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെ തുണി കഴുകി വെച്ചതിനകത്ത് ഇങ്ങനെ മണ്ണ് വാരിക്കൊണ്ടിടുമായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ അത് ചെയ്തിട്ടില്ല. തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് പ്ലാൻ ഇട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. അതിനുശേഷം സിദ്ധുവിനെ റെഡിയാക്കി. അപ്പോൾ സിദ്ധു ഇതാ എവിടെ പോയാലും ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് അവന് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം ഞങ്ങൾ എവിടെ പോയാലും അവനിങ്ങനെ മേടിച്ച് കൊടുക്കും ആ ഗ്ലാസ്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.